എന്നാൽ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, വീട്ടമ്മമാർ ഇന്ത്യയിൽ നിലവിൽ അവർ ചെയ്യുന്ന സേവനത്തിന് മിനിമം 30,000 രൂപയ്ക്ക് അർഹതയുണ്ട് എന്നാണ്. 30,000 റുപ്പീസ്. മൊത്തം രാജ്യത്തിന്റെ GDP-യുടെ 17% ഈ വീട്ടമ്മമാരുടെ സേവനമാണ് എന്നത് അംഗീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി. മാത്രമല്ല, സുപ്രീം കോടതി ഇന്നലെ ആ വിധിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് വിളിക്കണം എന്നാണ്. തള്ളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആണ് അല്ലേ? അങ്ങനെയല്ല കേട്ടോ, അവർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ ഇതിന്റെ കളിയാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്ര നിർമ്മാതാവേ വരൂ എന്ന് പറയരുത്. അവരെ അല്പം ബഹുമാനത്തോടു കൂടി അവർ ചെയ്യുന്ന സേവനങ്ങളെ വിലമതിക്കുക എന്നതാണ്. 30,000 റുപ്പീസ് ഒരു മാസം എന്ന നിലയിൽ നിങ്ങൾ കണക്കാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഭാര്യ വാഹനാപകടത്തിൽ മരിച്ചൊരു ഭർത്താവ് കൊടുത്ത കേസിലാണ് വിധി. 8 ലക്ഷം രൂപയാണ് ഹൈക്കോടതി നഷ്ടപരിഹാരം വിളിച്ചത്. സുപ്രീം കോടതി പറഞ്ഞു, അത് പോരാ, നിങ്ങളൊരു വീട്ടമ്മയുടെ സേവനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അവരുടെ സേവനത്തിന് എത്ര കൊടുത്താലും മതിയാവൂല, പക്ഷേ മിനിമം 30,000 രൂപയെങ്കിലും ഒരു മാസം കൊടുക്കണം. എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം 62 ലക്ഷം രൂപയാക്കിയ പഞ്ചാബുകാരനെ സുപ്രീം കോടതി വിധിച്ചു. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, വീട്ടമ്മമാർ ഇന്ത്യയിൽ നിലവിൽ അവർ ചെയ്യുന്ന സേവനത്തിന് മിനിമം 30,000 രൂപയ്ക്ക് അർഹതയുണ്ട് എന്നാണ്. 30,000 റുപ്പീസ്. മൊത്തം രാജ്യത്തിന്റെ GDP-യുടെ 17% ഈ വീട്ടമ്മമാരുടെ സേവനമാണ് എന്നത് അംഗീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി. മാത്രമല്ല, സുപ്രീം കോടതി ഇന്നലെ ആ വിധിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് വിളിക്കണം എന്നാണ്. തള്ളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആണ് അല്ലേ? അങ്ങനെയല്ല കേട്ടോ, അവർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ ഇതിന്റെ കളിയാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്ര നിർമ്മാതാവേ വരൂ എന്ന് പറയരുത്. അവരെ അല്പം ബഹുമാനത്തോടു കൂടി അവർ ചെയ്യുന്ന സേവനങ്ങളെ വിലമതിക്കുക എന്നതാണ്. 30,000 റുപ്പീസ് ഒരു മാസം എന്ന നിലയിൽ നിങ്ങൾ കണക്കാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഭാര്യ വാഹനാപകടത്തിൽ മരിച്ചൊരു ഭർത്താവ് കൊടുത്ത കേസിലാണ് വിധി. 8 ലക്ഷം രൂപയാണ് ഹൈക്കോടതി നഷ്ടപരിഹാരം വിളിച്ചത്. സുപ്രീം കോടതി പറഞ്ഞു, അത് പോരാ, നിങ്ങളൊരു വീട്ടമ്മയുടെ സേവനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അവരുടെ സേവനത്തിന് എത്ര കൊടുത്താലും മതിയാവൂല, പക്ഷേ മിനിമം 30,000 രൂപയെങ്കിലും ഒരു മാസം കൊടുക്കണം. എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം 62 ലക്ഷം രൂപയാക്കിയ പഞ്ചാബുകാരനെ സുപ്രീം കോടതി വിധിച്ചു.